നമ്മുടെ ലേസർ ഗണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ പിന്നെ എന്താ പറ്റിയത്? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മുടെ തോക്കുകളിൽ നിന്നും മിഠായികളും പഴങ്ങളും പൂക്കളും എങ്ങനെയാണ് വന്നത്? ആ ഗ്രാമത്തിൽ പുതിയൊരാളുണ്ടായിരുന്നല്ലോ. എല്ലാരും അയാൾ അപ്പൂപ്പന്നാ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് അയാളുടെ മാന്ത്രിക ശക്തിയാണെന്നാണ്. അയാൾ ഒരു മാന്ത്രികനായിരിക്കും. അതുകൊണ്ടല്ലേ നമ്മുടെ മുന്നിൽ അത്ര ധൈര്യത്തോടെ നിന്നത്. മാന്ത്രികൻ അപ്പൂപ്പനും? ഇനിയാണ് രസം. നമ്മൾ ആ മാന്ത്രികനെ പിടിച്ചുകെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. എന്നിട്ടുണ്ടല്ലോ അയാളെ കൊണ്ട് നമ്മൾ പ്രത്യേകതരം ഒരു ലേസർ ഗൺ ഉണ്ടാക്കിപ്പിക്കും. അത് വെച്ച് വെടിവെക്കുമ്പോൾ സ്വർണങ്ങളും രത്നങ്ങളും പുറത്തു വരും. നിങ്ങളിപ്പോ ആയുധങ്ങളൊന്നും എടുക്കരുത്. ലേസർ ഗൺ വെച്ച് വെടിവെക്കേ. ഞങ്ങൾക്ക് അന്നേരം കഴിക്കാനൊന്നും കിട്ടിയില്ല. ഒരു ലഡ്ഡു പോലും കിട്ടിയില്ല. ഇതെന്തായി സംഭവിക്കുന്നത്? നമ്മളിപ്പോ ആർക്കും പേടിയില്ലാതായോ? പണ്ടാളുകൾ പേടിക്കുമായിരുന്നു. എന്റെ പേര് കേട്ടാൽ തന്നെ അവര് കിടുകിട വിറയ്ക്കുമായിരുന്നു. എന്നിട്ട് ഓടി രക്ഷപ്പെടുമായിരുന്നു. എന്നിട്ടിപ്പോ ആളുകൾ വന്ന് പറയുന്നു വെടിവെക്കെന്ന്. നമ്മുടെ സംഘത്തിന് തന്നെ ഇത് വല്ലാത്തൊരു നാണക്കേടായല്ലോ. ഞങ്ങൾ വെടിവെക്കത്തൊന്നുമില്ല. നിങ്ങൾക്ക് ലഡുവും പേടയൊക്കെ വേണമെങ്കിലേ താഴേക്ക് വാ. എന്നാ നിങ്ങൾ പറയുന്ന പോലെ ചുൾബുൾ ജംപ്. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. ഇവിടുന്ന് ഞാൻ ചാടില്ല. നീ ഒരു റോബോട്ടാ, നിനക്കൊന്നും പറ്റില്ല. എന്റെ എല്ലാം ഒടിഞ്ഞു പോകും. ഡോണ്ട് വറി, ജിൻഡു നമ്മളെ പിടിച്ചോളൂന്നേ. അവൻ നമ്മളെ പതുക്കെ താഴെ കൊണ്ടുപോകും. അല്ലേ ജിൻഡു? കൊണ്ടുപോവില്ലേ? ഓക്കേ ബോസ്, ഡോണ്ട് വറി. ജിൻഡു, മണ്ടത്തരങ്ങളൊന്നും കാണിക്കല്ലേ. ഇല്ലെങ്കിൽ എനിക്ക് വീൽ ചെയറിൽ പോലും യാത്ര ചെയ്യാൻ പറ്റില്ല. ഭക്ഷണ സാധനങ്ങൾ എവിടെയുണ്ടോ ജിൻഡു ചേട്ടൻ അവിടെയുണ്ട്. ഇവനെയും കണ്ടിട്ട് ഏതോ വലിയ മാന്ത്രികനാണെന്ന് തോന്നുന്നു. ഫയർ, ഫയർ! എവിടെയാണ് ഫയർ? എവിടെയാണ് ഫയർ? എടാ, ആ ഫയറിന്റെ കാര്യം അല്ലടാ മണ്ട. ഇവന്മാർക്കൊന്നും ഒരു വിവരവും ഇല്ലല്ലോ. ഈ ഫയറിന്റെ കാര്യമോ പറഞ്ഞത് നോക്ക്. ഞാനും വരുന്നു വീർ. ഓക്കേ, വരൂ. ഇതെന്തൊക്കെയാ സംഭവിക്കുന്നേ? മമ്മി! വീർ വീർ, ഞാൻ മിസ്റ്റർ ചട്ടയുടെ പുറകെ ഒരുപാട് ദൂരം പോയിട്ട് വരിക. അല്ല, ഈ വീർ ഇതെങ്ങോട്ടാ പോകുന്നേ? മമ്മി! 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 വീരത്തെ ആകാശത്തുകൂടെ പറക്കുന്നു. ഓ, ഈ വണ്ടിയെ കൊണ്ട് തോറ്റു. ഇവൻ ഒരിക്കലും നന്നാവില്ല. ഇവനൊരു പണി കൊടുത്തേ പറ്റൂ. എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ കിടന്ന് ചലിക്കുന്നെ? മമ്മി, വീർ ആകാശത്തുകൂടെ പറക്കായിരുന്നു. നമസ്കാരം ആന്റി. നമസ്കാരം മോനെ. വീറ് പറന്നുപോയെങ്കിൽ ഈ നിന്ന് നമസ്കാരം പറയുന്നത് അവന്റെ പ്രേതമാണ്. വന്ന് 100 തവണ ചെവി നുള്ളിക്കൊണ്ടേ സത്യം, ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട. മമ്മി, നീ ഉണ്ടാക്കിയ സാധനം കൊള്ളാമല്ലോ. ഞാനിപ്പോ സൈക്കിളാണോ അതോ പ്ലെയിൻ ആണോ? ആരെങ്കിലും ഈ വഴി ബലൂണിന് തൂങ്ങി പോകുന്നത് കണ്ടായിരുന്നോ? അങ്ങോട്ടാണ് പോയത്. അല്ല, ഈ കഴുതകൾ എന്ന് തൊട്ടാ പറക്കാൻ തുടങ്ങിയത്? എനിക്ക് കണ്ടിട്ട് ചിരി വരുന്നു. മിണ്ടാതിരിക്കെ, അതിലെന്താ എത്ര ചിരിക്കാനുള്ളേ? ഞാൻ കാലുമടക്കി തൊഴിക്കണ്ടെങ്കിൽ ഇവിടെ ഓടിക്കോ. അങ്കിൾ പേടിക്കണ്ട. അങ്കിളുടെ ഒന്നും സംഭവിക്കില്ല. ഞാൻ എത്തിപ്പോയി. ഇത്രയും നേരം എനിക്ക് അത്ര പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നീ ഇപ്പൊ വന്നപ്പോ എനിക്ക് കൂടുതൽ പേടി വരാൻ തുടങ്ങി. ഞാൻ എന്താ ചെയ്യാ? എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുക? വേണ്ട! അയ്യോ, പരിക്കൊണ്ടാണല്ലോ വരുന്നത്. രക്ഷിക്കണേ! വീർ, വീർ, നീ എങ്ങനെയാ ഇതൊക്കെ ചെയ്തത്? എനിക്കിതൊന്നും വിശ്വസിക്കാനേ ആവുന്നില്ല. നീ എങ്ങനെയാ വീർ ഇതൊക്കെ ചെയ്തത്? അങ്കിള് കണ്ടതെല്ലാം മായ്ച്ചുകളാം. അകടം പകടം ആലം ഫാലം ഓർമ്മകളെല്ലാം മാഞ്ഞു പോട്ടെ. മുകളിൽ നിങ്ങൾ കണ്ടതെല്ലാം
മുഴുവനായും മാഞ്ഞു പോകട്ടെ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് വീർ. അങ്കിൾ ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുന്നേ? എനിക്കും അത് ഓർമ്മ കിട്ടാത്തത്. ഞാൻ പോയി ബണ്ടിയോട് മമ്മിയോടൊന്ന് ചോദിച്ചിട്ട് വരാം. എടീ നീ എവിടാ? ബണ്ടിയുടെ അമ്മേ എവിടെ ഉണ്ട് നീ? നീ നിന്റെ പേര് പോലെ തന്നെയാ, ശരിക്കും വീരനാ. അല്ല, ഇവനെന്താ പേടിക്കാത്തത്? ബാക്കിയുള്ളവർക്കാണേൽ പേടിയായിട്ട് വയ്യ. ഇവനെന്താ ഇങ്ങനെ? ഇവന്റെ മുഖത്ത് യാതൊരു റിയാക്ഷനും കാണുന്നില്ലല്ലോ. വീര് പേടിക്കാറില്ല, ഇവൻ ഭയങ്കര ധൈര്യശാലിയാ. റോഡിന് നടുക്കൊരു ട്രക്ക് പഞ്ചറായി കിടപ്പുണ്ട്. എല്ലാവരും നന്നായിട്ട് പിടിച്ചിരുന്നോടാ, വണ്ടി ഇടിക്കാൻ പോവാണ്. നമ്മളെ രക്ഷപ്പെട്ടേ, രക്ഷപ്പെട്ടേ, രക്ഷപ്പെട്ടേ. മുകളിലുള്ളവനാ രക്ഷിച്ചത്. എല്ലാവരും സമാധാനത്തോടെ ഇരുന്നോ. കുറച്ച് കഴിയുമ്പോ ഇതിന്റെ പെട്രോൾ അങ്ങ് തീരും. അപ്പ വണ്ടി താനെ നിന്നോളും. എന്താ ഇത്? ഇതിന്റെ സ്റ്റിയറിംഗും ജാമായി പോയല്ലോ. കുറച്ച് കഴിയുമ്പോ ഒരു വലിയ വളവുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യും? വീർ, മുന്നിൽ ഒരു വളവ് വരുന്നുണ്ട്. സ്റ്റീറിംഗ് ജാം ആയിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ഓക്കേ അപ്പൂപ്പാ. അല്ല, ഇതേതാ ഈ പയ്യൻ? മുകളിലുള്ളവൻ അയച്ച മാലാഖിയായിരിക്കും. അവൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്നത് കണ്ടില്ലേ? അയ്യോ, അവൻ എങ്ങോട്ടാ പോയത്? ആരായിരുന്നത്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ജിൻഡോ, വേഗം നീ ഡ്യൂപ്ലിക്കേറ്റിനെ അപ്രത്യക്ഷമാക്ക്. വേണ്ട, നിർത്ത. വണ്ടിയെല്ലാം മറന്നുകളാ. ഇല്ല, ഞാൻ മറക്കില്ല. മറക്കാനും പോകുന്നില്ല, എല്ലാരോടും പറയുകയും ചെയ്യും. അകടം പകടം മാനം ഫാലം ഓർമ്മകളെല്ലാം മാഞ്ഞു പോട്ടെ. കോഴിയെ പോലെ നീ മാറി മറിഞ്ഞ് ഓർമ്മകളെല്ലാം മാഞ്ഞു പോട്ടെ. അമ്മേ, കൊക്കരക്കോ, കൊക്കരക്കോ. വീർ, നീ നിന്റെ പേര് പോലെ തന്നെയാ, ശരിക്കും വീരനാ. നീ എന്തൊക്കെയാ ചെയ്തത്? എന്റെ കൂടെ വാ, വാ, നമുക്ക് അവനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാം. വരാൻ. ഈ ചെറുക്കന്റെ തലയ്ക്ക് തീരെ സുഖമില്ലേ. എന്റെ അടുത്ത് സിംഹവും ചീറ്റയും പോലും വരാറില്ല. ഇവൻ ഇത്ര ധൈര്യം. നീ ഇങ്ങനെ കാണിച്ചാലൊന്നും ഞാൻ പേടിക്കില്ല. വേഗം നീ ആ ചുൾബുളിനെ ശരിയാക്കാൻ നോക്ക്. വേഗം പോ, അല്ലെങ്കിൽ ചെവിക്ക് പിടിക്കും ഞാൻ. മുന്നിൽ നോക്ക്, ശരിക്കുള്ള ഗൊറില്ല വന്നിട്ടുണ്ട്. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടോ, വേഗം ചെയ്. അവനെ ഇങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് കഴിയൂ. അവൻ ഒറിജിനലാ, ഞാൻ ഡ്യൂപ്ലിക്കേറ്റാ. എന്റെ ചിണ്ടു, നീ കാരണം ഇപ്പൊ എനിക്ക് ശരിക്കും പണി കിട്ടിയേനെ. പക്ഷെ ഞാൻ തന്നെയല്ലേ രക്ഷിച്ചത്. തുച്ഛനെ ഗുരുലേ, കാട്ടിലെ രാജാവിന്റെ തോളത്ത് കയറിയിരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അയ്യോ, ഇതെന്തൊക്കെയാ? ഇന്നത്തെ ദിവസത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. ആദ്യം ഒരു ചെറുക്കം വന്ന് കൊറേ വഴക്ക് പറഞ്ഞു. ഇപ്പൊ ഒരു കഴുത കാല് മടക്കി തൊഴിച്ചു. ഈ കാട്ടിൽ എനിക്ക് ഒരു വിലയില്ലേ ദൈവമേ. എടാ വീപ്പക്കുറ്റി പോലെ വീർത്തിരിക്കുന്ന കരടി, നിനക്കെന്താ കണ്ണു കണ്ടൂടെ? കാട്ടിലെ രാജാവ് നിന്റെ കൺമുന്നിൽ നിൽക്കുമ്പോൾ രാജാവിനെ വണങ്ങണമെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? ഓ, അത് ശരി, എന്നെ പേടിപ്പിക്കുകയാണോ? ഇന്നാ പിടിച്ചോ. ഓ,
ഏതാണിവൻ? ഏതെങ്കിലും സർക്കസിൽ നിന്ന് ചാടി വന്നതാണോ? ആ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അവൻ കാട്ടിലെ രാജാവാണെന്നൊക്കെയാ പറയുന്നത്. കാട്ടിലെ രാജാവോ? ഇവൻ 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 ഇവിടുത്തെ രാജാവോ? നീ എന്തിനാ ചിരിക്കുന്നേ? എന്താ കാര്യം? ഒന്നുമില്ലെന്നേ. നീ അവരുടെ രാജാവായിട്ട് ഇരുന്നോന്നേ. വീട്ടിലേക്ക് പോവാം. കൊറേ നേരമായി നീ തുടങ്ങിയിട്ട്. എന്റെ പൊന്ന് പീക്കിരി ചെറുക്ക, മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ. രാജകാര്യങ്ങളിൽ നീ ഇടപെടണ്ട. പോയിക്കോളൂ ബാല, വേഗം ഇവിടുന്ന് പോ. ഇതേതാ ഈ മണ്ടച്ചാരി? ഇവൻ സ്വയമേ കാട്ടിലെ രാജാവാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ.